വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 48 വരെ ഒന്നുകൂടെ വായിക്കുകയാണ്. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്നരളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിന് നമ്മൾ വായിച്ച പുറപ്പാട് പുസ്തകത്തിൽ പഴയ നിയമത്തിലെ നിയമമാണ്. പുറപ്പാട് പുസ്തകം 21-24 നമ്മളിന്ന് വായിച്ചതാണ്. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും കൊടുക്കുന്ന പ്രതികാരം പഴയ നിയമകാലത്തുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവ് അതിന് വ്യത്യാസം വരുത്തി പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത്. നിന്റെ വലത്തെ ചെകിട്ടത്തെ അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ അവനോടുകൂടെ പോകുക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവന് ഒഴിഞ്ഞു കളയരുത്. കൂട്ടുകാരനെ സ്നേഹിക്കാമെന്ന് ശത്രുവിനെ പഴിക്കാമെന്ന് വരല ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിൻ്റെ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ, മാത്രം അങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷത ചെയ്യുന്നു? നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നവർ നിങ്ങളും സൽഗുണപൂർണ്ണരാകുകയും. അപ്പോൾ നമ്മൾ സൽഗുണപൂർണ്ണരായതിന് ശേഷമാണ് കല്യാണം കഴിക്കേണ്ടത്, നല്ല ജോലിക്ക് പോകേണ്ടത്, എവിടെയെങ്കിലും പോകേണ്ടത്. നമ്മൾ സൽഗുണപൂർണ്ണത മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരും. നമ്മളെ സ്വർഗത്തിലെ പിതാവിനെ നമ്മൾ കാണണമെന്നാണ്. മക്കളെ കാണുന്നവർക്ക് മാതാപിതാക്കളെ കാണാൻ എളുപ്പമുണ്ട്. മാതാപിതാക്കളെ പരിചയമുള്ള ആരെങ്കിലും മക്കളെ എവിടെ വെച്ചെങ്കിലും കണ്ട, അയ്യോ ഇത് ഇന്നടത്ത് തന്നെ ആളുടെ മോനെ പോലെ ഇരിക്കുന്നല്ലോ. മോനെ കണ്ടിട്ടില്ല, പക്ഷെ അപ്പനെ കണ്ടിട്ടുണ്ട്. ഇത് ഇന്ന ആളുടെ മോനാകാനാണ് സാധു. കാരണം അപ്പൻ്റെ മൂക്ക്, അപ്പൻ്റെ കൈ, അപ്പൻ്റെ നിറം, അപ്പൻ്റെ പല്ല്. ദൈവത്തെ സാധാരണ മനുഷ്യർ കണ്ടിട്ടുണ്ടോ? സാധാരണക്കാർക്ക് ദൈവത്തെ കാണാൻ കഴിവില്ല. പക്ഷെ സാധാരണക്കാരന് കാണുന്നത് നമ്മളെ കാണുമ്പോൾ അയ്യോ ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണല്ലോ, ഇപ്പം ഒരു ദൈവത്തിൻ്റെ പൈതലാണല്ലോ ഇയാളെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും ഒരു ദൈവ പൈതലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? എന്തു പറയും? പറയണമെങ്കിൽ എന്ത് വേണം? സ്വർഗത്തിലെ പിതാവിൻ്റെ സ്വഭാവം കാണിക്കും. പഴയ നിയമകാലത്ത് ഒരു വീടിൻ്റെ പടിക്കൽ കൂടെ ഒരു പ്രവാചകൻ പോയപ്പോൾ ഒരു വീട്ടുകാരത്തി പറഞ്ഞു, ഇതൊരു ദൈവപുരുഷനായി പോകുന്നു. ഏത് പ്രവാചകനാണ്? ആ പ്രവാചകനെ കുറിച്ച് ആരാ പറഞ്ഞെന്നറിയാവും? എലീശായെയും ഏലിയാവിനെയും ഒക്കെ കണ്ടപ്പോൾ അവരെ കണ്ടവർ പറഞ്ഞു ഒരു ദൈവ പുരുഷരാണ്. അപ്പോൾ ദൈവപുരുഷരായതുകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യണം, വഴി പോകുന്ന നടന്നിക്കുമ്പോൾ അവർക്ക് വിശ്രമിക്കാൻ ഒരു മുറി കൊടുക്കുന്ന നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് മുറിയൊക്കെ പണിത് കൊടുക്കും, ഇല്ലേ? നമ്മളെ ആരെങ്കിലും കണ്ടിട്ട് ഇതുവരെയായിട്ടും ഒരു ദൈവ പൈതലാണ് ഈ പോകുന്നത്, ഒരു ദൈവ പൈതലാണ്, ദൈവത്തിൻ്റെ മകനാണ് ആ പോകുന്നത്. മോനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ട് പറഞ്ഞിട്ട് ഒരു ദൈവ പൈതലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ ദൈവ പൈതലിന് ലക്ഷണമൊന്നും കാണുന്നില്ല. ഈ അമ്മച്ചിമാരെ കണ്ടിട്ട് ഇതൊരു ദൈവ സ്വഭാവമുള്ള നല്ല അനുഗ്രഹിക്കപ്പെട്ട അമ്മമാരാണ് ഈ പോകുന്നതെന്ന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നത്? കർത്താവ് ഈ പ്രഭാഷണത്തിൽ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നമ്മൾ സൽഗുണപൂർണ്ണരാകണമെങ്കിൽ ചില വ്യവസ്ഥകൾ പറയുന്നുണ്ട്. എന്താണ് ആ വ്യവസ്ഥ? 41-ാം വാക്യത്തിൽ താഴോട്ട്, കൂട്ടുകാരനെ സ്നേഹിക്കാമെന്ന് ശത്രുവിനെ പഴിക്കാമെന്ന് വരല ചെയ്തും കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പഴയ നിയമത്തിലെ നിയമമാണത്. അത് ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ, ലേവ്യ 19-18 ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ എന്ന് പറയുന്നു.
അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിന് പുത്രരായി തീരേണ്ട വ്യവസ്ഥകൾ പറയുക. കൂട്ടുകാരനെ സ്നേഹിക്കാമെന്ന് ശത്രുവിനെ പഴിക്കാമെന്ന് വരളിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പുത്രരാകണമെങ്കിൽ എന്നാ ചെയ്യണം? ഈ വചനം അനുസരിക്കണം. ഏതാ? ദൈവം സ്നേഹമാണ്. ശത്രുവിനെ സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന സ്നേഹം. ആ വചനം അനുസരിക്കുമ്പോൾ, ആ വചനം വിശ്വസിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പൈതലാകാൻ സാധിക്കുന്നതാണ്. അതിനാധാരമായിട്ട് വേറെ വേദഭാഗമുണ്ട്. യോഹന്നാൻ 1:12 യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയെന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. അപ്പോൾ ആ കൂട്ടം ആ ഏവരുടെയും കൂട്ടത്തിൽ കൂടെ പെടാനില്ലേ? അപ്പോൾ യേശുക്രിസ്തുവിനെ നിങ്ങൾ 100% കൈക്കൊണ്ടോ? ആ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന യേശുവിൻ്റെ വചനം കൈക്കൊള്ളുമ്പോഴാണ് അല്ലേ? യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട മത്തായിയുടെ സുവിശേഷം 5:38-48 വരെയുള്ള ആ വചനങ്ങൾ, ആ ഗിരിപ്രഭാഷണത്തിൽ വേറെയും വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വചനങ്ങൾ കൈക്കൊള്ളുകയും അവനെ വിശ്വസിക്കുകയും അതനുസരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ദൈവത്തിൻ്റെ ദത്തുമക്കളായിട്ട് സ്വീകരിക്കുമെന്നാണ്. സ്വർഗത്തിലെ പിതാവിന് ഒരു മോനേ ഉള്ളൂ. അതാരാ? തൻ്റെ ഏകജാതനായ പുത്രൻ. ആ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുമ്പോൾ നമ്മളെ ദത്തുമക്കളായിട്ട് സ്വീകരിക്കും. ദത്തുമക്കളായി കഴിയുമ്പോൾ യേശുവിൻ്റെ സഹോദരവർഗത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നു. അപ്പോൾ പിതാവ് നമ്മളെ മോനെ മോളെ എന്ന് വിളിക്കും. അപ്പോൾ യേശു എൻ്റെ സഹോദര സഹോദരി എന്നും പറയും ആദ്യം. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ മക്കളുടെ കൂട്ടത്തിലായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെല്ലാം നമ്മുടെ സഹോദരങ്ങളായിത്തീരും. ദൈവം നമ്മുടെ പിതാവായിത്തീരുന്നു. അങ്ങനെ നമുക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയല്ലേ പറ്റുകയുള്ളൂ. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ എന്താ മോളെ, എന്താ മോനെ വേണ്ടെന്ന് ഇങ്ങോട്ട് ചോദിക്കണം. അപ്പോൾ കാര്യം കിട്ടും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി കിട്ടണമെങ്കിൽ എന്നാ ചെയ്യണം? വചനം അനുസരിച്ച്, വചനം സ്വീകരിച്ച്, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കൾ എന്നുള്ള പദവിയിൽ സ്വർഗത്തിലെ പിതാവിനെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ മക്കളെ എന്താ വേണ്ടത്, നിനക്ക് ഇന്നത് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നിങ്ങോട്ട് പറയണം. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ആരാകണം? ദൈവത്തിൻ്റെ മക്കളാകണം. ദൈവത്തിൻ്റെ മക്കളായാൽ മാത്രം വരെ പ്രിയ മക്കളാകണം. മക്കളായിട്ട് പിന്നെ പിണങ്ങി പോകുന്ന പിള്ളേരില്ലേ? ഉണ്ട്. മക്കളാകുക മാത്രമല്ല പ്രിയ മക്കളാകണം. പ്രിയ മക്കളാകുന്നത് എങ്ങനെയാണ്? യോഹന്നാൻ 1:12 അനുസരിക്കുമ്പോൾ, യോഹന്നാൻ 1:12 എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കൈക്കൊള്ളണം. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അതെ. അപ്പോൾ അങ്ങനെ ദൈവമക്കളാകണമെങ്കിൽ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളണം. യേശുക്രിസ്തുവിനെ മാമോദിസയിലൊന്നും കൈക്കൊണ്ടതാണ്. പിശാചിനെ ഉപേക്ഷിക്കുന്നു, മെശിഹായെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് കൈക്കൊണ്ടതാണ്. പക്ഷെ അന്ന് തലതൊട്ട ആളത് പറഞ്ഞത്. 12-ാമത്തെ വയസ്സിൽ നമ്മളെ അതേറ്റു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? തലതൊട്ടവരോ ചെറുപ്പത്തിൽ പറഞ്ഞ കാര്യം 12-ാം വയസ്സിൽ നമ്മൾ സുബോധത്തോടെ ആദ്യകുംഭസാരം നടത്തി പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മാമോദിസായിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ പുതുക്കപ്പെടുന്നു. മാമോദിസായിൽ ഇറക്കി വിട്ട ബോധം തിരികെ കയറിയെങ്കിൽ അതിനെ ഇറക്കി നമുക്ക് വിടാം. ഒരു ബോധം ഇറങ്ങിപ്പോയാൽ പിന്നെ 7 കൂടെ കയറ്റാൻ സാധ്യതയുണ്ടെന്ന് ലൂക്കോസ് 11 പറയുന്നുണ്ട്. വായിച്ചിട്ടുണ്ടോ? മാമോദിസായിൽ നമ്മൾ ദൈവമക്കളാകാൻ വേണ്ടി യേശുവിനെ കൈക്കൊണ്ടതാണ്. അത് ആ യേശുവിനെ വിശ്വസിക്കാനുള്ള ആത്മാവിനെ നമുക്ക് അന്നിട്ട് തന്നതാണ്. അന്ന് വന്നവരെല്ലാം കൂടെ വിശ്വാസപ്രമാണം ചൊല്ലി പിശാചിനെ ഇറക്കി വിട്ടതാണ്. ഇറക്കി വിട്ട ആ സ്ഥാനത്ത് തിരികെ വന്ന ഇടയുണ്ട് 7 കൂടെ കയറ്റുമെന്നാണ് ലൂക്കോസ് 11 പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നാളായിട്ട് പള്ളിയിൽ പോയെങ്കിലും പ്രാർത്ഥിച്ചെങ്കിലും സ്നാനമേറ്റെങ്കിലും യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടെന്ന് പറഞ്ഞെങ്കിലും അത് വിശ്വാസത്തിൽ അപൂർണത വന്ന് കാണും, പിന്മാറ്റം ഉണ്ടായി കാണും. അതേതാണെന്ന് കണ്ടുപിടിക്കണം. അതിന് ലൂക്കോസ് 11 എടുക്കണം. ലൂക്കോസ് 11 എടുത്താട്ട് ലൂക്കോസ് 11-ാം അധ്യായത്തിൽ ഇറങ്ങുന്ന പിശാച് ഈ ഇറങ്ങിയെടുത്ത് തന്നെ തിരികെ വന്ന് നോക്കും വീട്ടിൽ ഇവിടെ കയറാൻ ഇടയുണ്ടോയെന്ന്. ഇടയുണ്ടെന്ന് കണ്ടാൽ ചെയ്യുന്നൊരു പണി എന്താണെന്ന് ലൂക്കോസ് 11 എഴുതിയിരിക്കുന്നു. അത് എത്രാം വാക്യത്തിലാണെന്നറിയാവോ? അപ്പോൾ ലൂക്കോസ് 11-ാം അധ്യായത്തിൽ
അവസാനം ഏതെങ്കിലും ബോധം ഇറങ്ങിപ്പോയാൽ തിരികെ കയറാൻ സാധ്യതയുണ്ടെന്നതിൽ 24-ാമത്തെ വാക്യം തൊട്ട് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരിഞ്ഞ് നടക്കും. കാണാഞ്ഞിട്ട് ഞാൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങിച്ചൊല്ലുമെന്ന് പറഞ്ഞ് ചെന്ന് അത് അടിച്ചുവാരിയും അലങ്കരിച്ചും കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവയും അതിൽ കടന്ന് പാർത്തിട്ട് ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിനേക്കാൾ വല്ലാതെയായി ഭവിക്കും. അപ്പം അങ്ങനത്തെ അപകടം വല്ലതും സംഭവിച്ചിട്ടുണ്ടെന്ന് നോക്കണ്ടേ? മാമോസായിട്ടിപ്പോൾ ഏറ്റു പറഞ്ഞ പ്രാർത്ഥന എന്നാന്ന് നോക്കുന്നുണ്ടോ? പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് ഇടത്ത് കൈ കൊണ്ട് ഇടത്ത് കൈയെ പിടിച്ച് തലതൊട്ട ആള് മാമോസ മുങ്ങുന്ന യോഹന്നാൻ എന്നല്ലേ പറഞ്ഞു. യോഹന്നാൻ ഞാൻ പിശാചിനെ ഉപേക്ഷിച്ചു ഇറങ്ങിപ്പോയി. അപ്പോൾ യോഹന്നാൻ യേശുവിനെ സ്വീകരിച്ച യോഹന്നാൻ എന്ന് ഞാൻ പിശാചിനെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോൾ ദൈവത്തിൻ്റെ വചനമകത്ത് നമ്മൾ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടു. പക്ഷെ മാമോസ കഴിഞ്ഞ് കാപ്പുകുടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. എല്ലാവരും പോയി കഴിയുമ്പോൾ പിന്നെ ഈ കൊച്ചിൻ്റെ അടുത്ത് ആര് വരും? ഇറങ്ങിയ പിശാച് ഒന്നുകൂടെ വരും. വന്നിട്ട് അകത്തിടയുണ്ടോ എന്ന് നോക്കും. അത് അടിച്ചു വാരി അലങ്കരിച്ചിരിപ്പുണ്ട്. പക്ഷേ യേശു അവിടെ ഇരിക്കുന്നില്ല എങ്കിൽ, യേശുവിൻ്റെ വചനത്തിന് അവിടെ സ്ഥാനമില്ല എങ്കിൽ ഒഴിഞ്ഞു കിടന്നാൽ എന്നാ ചെയ്യും? പോയത് തിരിച്ചു വരും. 7 പേരെയും കൂടെ കൂട്ടിക്കൊണ്ടുവരും. 8 പേരങ്ങ് കയറും. അപ്പോൾ അതാണോ ഇപ്പം നമുക്ക് സംഭവിച്ച കാര്യം? മാമോദിസാൽ ഇറങ്ങിപ്പോയത് വേറെ 7 കൊണ്ട് കയറ്റി 8 പേരെയും കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് സൽഗുണ പൊണ്ണരാകാനൊക്കുവോ? പറ്റുകയില്ല. അപ്പോൾ നമുക്ക് അതിനെ ഇറക്കാൻ എന്താ മാർഗം? നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ മാമോദിസായിൽ ചെറുപ്പത്തിലെ ദൈവത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തൊരു ഉപകാരമാണ് ശിശുസ്നാനം. ചെറുപ്പത്തിലെ ദൈവത്തിൻ്റെ മക്കളായിക്കോട്ടെ, ചെറുപ്പത്തിലെ അനുഗ്രഹം കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് പിശാചിനെ ഇറക്കി വിട്ട് ദൈവത്തിലാക്കിയതാണ്. ജീവൻ്റെ ദിവസത്തിൽ പേരും എഴുതിയതാണ്. പക്ഷെ തലതൊട്ട് വരും. അപ്പനും അമ്മയും ശ്രദ്ധിച്ചില്ല. അതെല്ലാം കാര്യം കഴിഞ്ഞെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി 40 ഉപവാസം എടുക്കേണ്ടതായിരുന്നു. എടുത്തോ? യേശുവിൻ്റെ നമ്മളെ വഹിച്ചുകൊണ്ട് സ്നാനമായിട്ടിട്ട് 40 ഉപവാസം എടുത്തു. ഈ കൊച്ചിന് വേണ്ടി അപ്പനും അമ്മയും അതോട്ട് 40 ഉപവാസം എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കുഞ്ഞിങ്ങനെയാകാനുള്ള കാരണം അപ്പൻ്റെ അമ്മയുടെ കയ്യിലില്ലേ കുഴപ്പം? അവർ ഒന്ന് കുമ്പസാരിക്കേണ്ടത് വേണം. അത് ഈ കൊച്ചിനെ മാമോദിസ മുക്കിയതിന് ശേഷം ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ കയറിയതായ ദൈവാത്മാവ്, വചനം ഇവ വളരണം. അവിടെ ആ കുഞ്ഞിനെ ദൈവവിധിയിലായിട്ട് ഞങ്ങൾക്ക് വളർത്തണമെന്ന് പറഞ്ഞ് ഈ കുഞ്ഞിന് വേണ്ടി 40 ദിവസവും നോയമ്പെടുക്കേണ്ടതായിരുന്നു. അങ്ങനെ 40 ദിവസം നോയമ്പെടുക്കാഞ്ഞതുകൊണ്ട് എന്ത് സംഭവിച്ചു? കുഞ്ഞിൻ്റെ ഹൃദയം ഒഴിഞ്ഞ് പിശാചിന് കയറാനുള്ള ഇടമായി കണ്ടിട്ട് അത് തിരികെ വന്ന് കയറി. അതിനെ കൊണ്ട് നടക്കുക. ഇപ്പോൾ അങ്ങനെ 8 ഭൂതങ്ങളെയും കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ ആ ഭൂതത്തിൻ്റെ സ്വഭാവമൊക്കെ കാണിക്കും. ആ സ്വഭാവമുള്ളവർക്ക് ദൈവവേല ചെയ്യാനൊക്കുവോ? മനുഷ്യരായി ജീവിക്കാനൊക്കുവോ? മനുഷ്യപ്പറ്റ് കാണുമോ? ഭൂതം കയറിയാലുള്ള സ്വഭാവം അറിയണോ? അറിയണമെങ്കിൽ മർക്കോസ് 5 വായിച്ച് നോക്കണം. മർക്കോസ് 5 അനേക ഭൂതങ്ങൾ കയറിയ ഒരു മനുഷ്യൻ്റെ സ്വഭാവം. മാമോദിസ ഏറ്റതിന് ശേഷം അവർക്ക് ആ പിള്ളേർക്ക് വേണ്ടി തലതൊട്ട് ഒരു മാതാപിതാക്കൾ നോയമ്പെടുക്കാതെ അവരെ ശ്രദ്ധയോടെ വളർത്താഞ്ഞതുകൊണ്ട് ഇറങ്ങിയ ഭൂതം വേറെ 7 കൂടെ കയറ്റി 8 നടക്കുന്ന പിള്ളേരുടെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് മർക്കോസ് 5 എഴുതിയിട്ടുണ്ട്. മർക്കോസ് 5 വായിച്ച് നോക്കി. അപ്പോൾ 5-ാം അധ്യായത്തിൽ അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി പടകിൽ നിറങ്ങിയ ഉടനെ അശുദ്ധ ആത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറയിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അപ്പോൾ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ അവന് ജീവനുള്ളവരെക്കാൾ മരിച്ചവരോടായിരിക്കും താല്പര്യം. അതിനെവിടുന്നാണ് വന്നത്? കല്ലറയിൽ നിന്ന്. കല്ലറയിൽ കിടക്കുന്ന ആരാ? മരിച്ചവരാ. അപ്പോൾ ഭൂതം കയറിയാൽ ജീവനുള്ളവരെക്കാൾ സ്നേഹം കല്ലറയിലുള്ളവരാ. അങ്ങനെയൊക്കെ കിടക്കും. അസ്ഥാനത്തായിരിക്കും അവരുടെ കിടപ്പ്. പിന്നെ അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. അപ്പോൾ അവൻ്റെ ഉള്ളിലും മരണം ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം. അവൻ പാപത്തിൽ മരിച്ചു, ദേഹിയിൽ മരണമുള്ളവനായിരുന്നു.
പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ച് വിലങ്ങുരുമ്മി ഒടിച്ച് കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആർക്കും അടക്കാൻ കഴിയാത്ത സ്വഭാവം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ ആരെ അനുസരിക്കുകയില്ല, ആരും പറഞ്ഞാൽ കേൾക്കുകയില്ല, അടങ്ങുകയില്ല, ഒതുങ്ങുകയില്ലെങ്കിൽ എൻ്റെ അർത്ഥം തന്നെ ഒന്നിലധികം ഭൂതം കൂടെ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കം നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണോ എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു. അശുദ്ധാത്മാവ് ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ട് പോകാൻ യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചതിന് എൻ്റെ പേര് ലഗിയോൻ, ഞങ്ങൾ പലരാകുന്നുവെന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോ എന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടായിരുന്നു. ആ പന്നികൾ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട പന്നികൾ കടന്നിട്ട് കൂട്ടം കടും തൂക്കത്തോട് കടലിലേക്ക് പാഞ്ഞ് വീഴ്പ്പുമുട്ടി ചത്തു. അവ ഏകദേശം 2000 അപ്പോൾ ഇവനെയും കൊണ്ടു നടന്ന ഭൂതങ്ങളൊക്കെ പന്നിയെ കൊടുത്തപ്പോൾ പന്നിയെ കയറി വെള്ളത്തിലോട്ടങ്ങ് പോയി. അപ്പോഴെന്ത് സംഭവിച്ചു? ഇവന് സുഖം കിട്ടി. ഈ അശുദ്ധാത്മ ബാധിച്ചവൻ സുബോധം പ്രാപിച്ചു. പന്നികൾ കയറിപ്പോയപ്പോഴേ പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു. യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ലഗിയോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടിരിക്കുന്നത് കണ്ടു, ഭയപ്പെട്ടു. അപ്പോൾ സുബോധം വേണമെങ്കിൽ, ഓർമ്മകൾ വേണമെങ്കിൽ, ആരോഗ്യം വേണമെങ്കിൽ, സുബോധം വേണമെങ്കിൽ, നല്ല സ്വഭാവം വേണമെങ്കിൽ എന്ത് വേണം? ഭൂതങ്ങളെ ഇറക്കി വിട്ടിച്ച് കർത്താവിൻ്റെ ശിഷ്യനാകണം. എന്താ? ഇവൻ വസ്ത്രം ധരിച്ച് സുബോധം പ്രാപിച്ച് യേശുവിൻ്റെ അടുത്തിരിക്കുന്നു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചത് പന്നികളുടെ കാര്യം അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിരുവിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടക ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശുവിൻ്റെ കൂടെ പോകാനുള്ള ആഗ്രഹമുണ്ടായി. സുഖം പ്രാപിച്ചപ്പോഴത്തെ ലക്ഷണം കണ്ടോ? കല്ലറയിൽ ഓടി നടന്ന് ചങ്ങലയും പൊട്ടിച്ച് കാറിക്ക് പോയി നടന്നവൻ്റെ സ്വഭാവം മാറി, സൽസ്വഭാവിയായി. അവൻ യേശുവിൻ്റെ കൂടെ പോകണമെന്നും യേശുവിൻ്റെ കൂടെ ഇരിക്കണമെന്നും ആഗ്രഹമായി. പിന്നെ എന്ത് സംഭവിച്ചു? യേശു അവനോട് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ഏതൊക്കെ എന്തൊക്കെ പോലെ നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മളിതുവരെ വായിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ജീവിതത്തിൽ സ്വർഗസ്വനായ പിതാവിൻ്റെ സൽഗുണപൂർണ്ണത നമുക്ക് വേണമെങ്കിൽ സ്വർഗസ്വനായ പിതാവ് നമ്മൾക്ക് രക്ഷകനായി തന്ന യേശുവിനെ നമ്മൾ സ്വീകരിക്കണം, വിശ്വസിക്കണം, അനുസരിക്കണം. അത് നമുക്ക് ചെറുപ്പത്തിലെ ദൈവത്തിൻ്റെ മക്കളാകാൻ വേണ്ടി സ്നാനം തന്നുവെങ്കിലും ഇറങ്ങിപ്പോയ ഭൂതം തിരികെ കയറി ഒന്നിലധികം ഭൂതങ്ങളെ കൊണ്ട് നടക്കുന്നുണ്ട്. ഈ ലഗിയോൻ ബാധിച്ചവന് ചില സ്വഭാവങ്ങൾ നമുക്ക് കാണും. ലഗിയോൻ ബാധിച്ചതിനോട് ആയിരക്കണക്കിന് ഭൂതം ഉണ്ടായിരുന്നുണ്ട്. വളരെ ക്രൂരനായിരുന്നു. നമ്മൾ 8 കയറിയാൽ അതിന് ശകലെങ്കിലുമൊക്കെ കാണിക്കും, അല്ലേ? ഒരു ഭൂതം കയറിയാൽ ഒരു ഭൂതത്തിൻ്റെ സ്വഭാവമെങ്കിലും. അപ്പോൾ ഒന്നിലധികമോ ഭൂതങ്ങളുടെ ശല്യം നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അവകാശം തീർത്തെങ്കിലേ നല്ല സ്വഭാവവും നല്ല ബുദ്ധിയും നമുക്ക് കിട്ടുകയുള്ളൂ. അതിന് എന്താ മാർഗം? നല്ല സ്വഭാവവും നല്ല ബുദ്ധിയും കിട്ടാൻ ദുസ്വഭാവവും നികൃഷ്ടബുദ്ധിയും നമുക്ക് വരുന്ന ആ തിന്മയുടെ ശക്തിയെ നമുക്ക് എങ്ങനെയാണ് ജയിക്കാൻ സാധിക്കുന്നത്? അതിൻ്റെ മറുപടി കണ്ടെത്താൻ വേണ്ടി കർത്താവ് മറുരൂപമലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരാളെ സുഖപ്പെടുത്തിയതിന് ശേഷം ശിഷ്യന്മാരോട് സംസാരിക്കുന്നുണ്ട്.
അപ്പോൾ കർത്താവ് എങ്ങനെയാണ് ഭൂതത്തെ ഇറക്കി വിടുന്നെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേത് ഭാഗത്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ മരുഭൂമിയിൽ നിന്നും ഇറങ്ങി വന്ന പത്രോസും യാക്കോബും യോഹന്നാനും കർത്താവും. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന് 14. അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവൻ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ഭൂതബാധയുള്ളവരെ എന്നാ ചെയ്യണമെന്നാണ് പറഞ്ഞു. ഭൂതബാധയുള്ളവരെ ആരുടെ അടുത്ത് കൊണ്ടുചെല്ലണം? യേശുവിൻ്റെ അടുത്ത് കൊണ്ടുചെല്ലണം. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ബാലൻ ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുത്ത് വന്ന്, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. നിങ്ങൾ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് എവിടെ നിന്നും ഇവിടെ നിന്നും അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. മത്തായി 17:21 എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല എന്ന്. ഇപ്പം മാമോദീസായിൽ ഇറക്കി വിട്ട ഭൂതം വേറെ ഏഴത്തിലേക്ക് കൊണ്ടുവരും 8 നടക്കുന്നവരെ എന്നാ ചെയ്യണം? യേശുവിൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലണം. എന്നിട്ട് പ്രാർത്ഥനയും ഉപവാസവും നടത്തണം. അതുകൊണ്ട് മാമോദീസയേറ്റ ഉടനെ തന്നെ 40 ദിവസം ഉപവാസം എടുക്കാനെത്തില്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം 40 ദിവസത്തെ നോമ്പ് 50 ദിവസത്തെ നോമ്പ് നോക്കി വെച്ചിട്ടുണ്ട്. ഒന്നത്തിൽ ഇപ്പോഴെങ്കിലും ഒക്കെ ഉണ്ട്. ആ കുറ്റബോധവും ആവശ്യബോധവും നമുക്ക് വേണം. മാമോദീസയേറ്റ ശേഷം തലതൊട്ടവരും മാതാപിതാക്കളും 40 ദിവസം ഉപവസിക്കാഞ്ഞതിൻ്റെ കെടുതികൾ മക്കൾ കാണിക്കും. അപ്പോൾ ഉടനെ പറഞ്ഞോണം, കർത്താവേ, 50 നോമ്പ് ശരിക്കും നോറ്റേക്കാവേ, ഭൂതത്തിൻ്റെ ശല്യമുണ്ട്, ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കുമ്പിടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് യേശുവിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെല്ലുമ്പോൾ ആ ഭൂതത്തെ ശാസിച്ച് മാറ്റി പകരം കൊടുത്തു വിടും. അപ്പോൾ നല്ല സ്വഭാവം വരും. അപ്പോൾ ഇന്നത്തെ സൽഗുണപൂർണ്ണരാകണമെങ്കിൽ ദൈവത്തിൻ്റെ മക്കളാകണം. ദൈവത്തിൻ്റെ മക്കളാകണമെങ്കിൽ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ, വചനമായ പുത്രൻ തമ്പുരാൻ നോക്കുന്ന വചനം സ്വീകരിക്കണം, അനുസരിക്കണം. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഭൂതബാധയുണ്ടെങ്കിൽ അവരെ ആരെ ഏൽപ്പിക്കണം? കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ ഈ നോയമ്പിന് 2-ാം വെള്ളിയാഴ്ച ഭൂതബാധ ഉള്ള മാമോദീസയേറ്റ ശേഷവും ഭൂതബാധയുള്ള അനുസരണക്കേടുള്ള നല്ല ബുദ്ധിയില്ലാത്ത എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കും. എന്നിട്ട് കർത്താവിനോട് അപേക്ഷിക്കാം, കർത്താവെ, കരുണയുണ്ടാകണം, കൈവിടല്ലേ, ഞങ്ങളോട് ക്ഷമിക്കണം. ചെറുപ്പത്തിലെ ദൈവവേദലായി ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടുവെങ്കിലും ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ടും അലസത കൊണ്ടും അവിശ്വാസം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പിന്നെയും ഭൂതം കയറിയിട്ടുണ്ട്. അതിനെ ഇറക്കാൻ വേണ്ടി കർത്താവിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവർക്ക് സൽസ്വഭാവം കൊടുക്കണം, സുബോധം കൊടുക്കണം, ഓർമ്മശക്തി കൊടുക്കണം. അങ്ങനെ വചനമനുസരിച്ച് ദൈവമക്കൾക്കുള്ള അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കണമെന്ന് നമുക്കിപ്പോൾ കർത്താവിനോട് അപേക്ഷിക്കാം. കർത്താവേ, കരുണയുണ്ടാകണം, കൈവിടല്ലേ എന്ന് പറയണം. കനാന്യ സ്ത്രീക്ക് തൻ്റെ മകൾക്ക് ഭൂതം കയറി കഴിഞ്ഞപ്പോൾ കർത്താവിന് പുറകെ നടന്നു കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, കരുണയുണ്ടാകണം, ഭൂതോപദ്രവം കഠിനമാണ്, കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അതിനാണ് 50 ദിവസത്തെ നോമ്പിനിടയിൽ, ആദ്യത്തെ 40 ദിവസത്തെ നോമ്പിനിടയിൽ എല്ലാ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള സമയം ഉച്ചനമസ്കാരത്തിൽ കരുണയുണ്ടാകണമെന്ന് പറഞ്ഞ് 40 മുമ്പിടുമ്പോൾ കർത്താവിൻ്റെ കാലയെ പിടിച്ച്, സ്വർഗ്ഗം എൻ്റെ സുവാസനും ഭൂമി എൻ്റെ പാദപീഠവുമാണ് എന്നുള്ള വിശ്വാസത്തിൽ ആരാധന സ്ഥലത്ത് നമ്മുടെ പ്രാർത്ഥന മുറിയിൽ സ്വർഗ്ഗത്തിലെ പിതാവിൻ്റെ പാദത്തിങ്കൽ കുമ്പിട്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ പൂർവികരുടെയും എൻ്റെ മക്കളുടെയും പാപശാപ രോഗങ്ങൾ
ദുരാത്മബാധയുടെ എല്ലാ ലക്ഷണങ്ങളും മാറ്റി വീണ്ടും ജനത്തിൻ്റെ അനുഭവത്തിൽ ദൈവമക്കളായി സൽസ്വഭാവികളായി ജീവിക്കാൻ കൃപ തരണമേ എന്ന് പറഞ്ഞ് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് കരുണ യാചിക്കണം. അതുകൊണ്ടാണ് പല പ്രാവശ്യം കരുണ യാചിക്കുന്നത്. കനാന്യസ്ത്രീ ഒരു പ്രാവശ്യം കരുണ യാചിച്ചോ കിട്ടിയോ? എന്നാ എന്നാ പറഞ്ഞത്? നിനക്ക് തരാനുള്ളത് എൻ്റെ ഇല്ല, നീ ദൈവ പൈതലായിട്ടില്ല, നീ പ്രജാതിക്കാരത്തിയാണ്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കുകയില്ലാന്ന് പറഞ്ഞു. അപ്പോൾ നായ്ക്കുട്ടിക്കുള്ള കഷ്ണം മതി, ഉച്ഛിഷ്ടമല്ലോ ഉണ്ട്, അത് മതി എന്ന് പറഞ്ഞ് അവൾ സമ്മതിച്ചു. അങ്ങനെ അവൾ ആവർത്തിച്ച് കരുണ യാചിച്ചു കുരിയലായിസോൻ പറഞ്ഞപ്പോഴാണ് അവളുടെ വിശ്വാസം വർദ്ധിച്ച് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, അവളെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തിക്കഴിഞ്ഞപ്പോൾ ഭൂതബാധയുള്ള കുഞ്ഞിനെ സ്വർഗ്ഗം കിട്ടി. അങ്ങനെ ഇപ്പോൾ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഉണ്ടായ ഭൂതബാധ മാറാൻ നമുക്ക് കരുണ യാചിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഈ നോയമ്പിൻ്റെ രണ്ടാം വാരത്തിലെ വെള്ളിയാഴ്ച ദിവസവും ഇന്ന് വായിക്കേണ്ട വേദഭാഗങ്ങളെല്ലാം ഞങ്ങൾ വായിച്ചു. ആ വചനപ്രകാരം ഞങ്ങൾ പാപികളാണെന്ന് സമ്മതിക്കുന്നു. ഈ വചനം ഞങ്ങൾ 100% അംഗീകരിച്ചിട്ടില്ല, ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ പിശാചിന് ഇടമുണ്ടായിരുന്നതുകൊണ്ട്, മാമോദിസായിൽ ഇറക്കി വിട്ട ബോധം തിരികെ കയറുവേണ്ട പഴുതുകളുണ്ടായിരുന്നതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം മാറിപ്പോയി. ഞങ്ങൾ അവിശ്വാസികളായി, ഉദാസീനരായി, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരായി, ആരാധനയില്ലാത്തവരായൊക്കെ പോയത് ഞങ്ങൾ വിഷമിക്കേണ്ടത്. അങ്ങനെ എത്ര ഭൂതങ്ങൾ ഞങ്ങൾ കയറിയിട്ടുണ്ടോ അവർ ചോദിക്കുന്നത്തോളം പകരം കൊടുത്ത് അവരെ പറഞ്ഞയച്ച് അവസാനത്തെ കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ ആത്മാവും കയറി പ്രവേശിച്ച് ഞങ്ങൾ ദൈവവൈതലായി, ദൈവമക്കളായി, സത്യക്രിസ്ത്യാനിയായി കർത്താവിൻ്റെ പാദത്തിലിരുന്ന് കർത്താവിനെ ആരാധിക്കുന്നവരായി, കർത്താവിനെ അനുസരിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ഇറങ്ങിയ ഭൂതം സ്വസ്ഥത അന്വേഷിച്ച് വരണ്ട സ്ഥലങ്ങളിൽ നടന്നിട്ടത് കാണാതെ തിരികെ വന്ന് ഇറങ്ങിയിടത്ത് തന്നെ സ്ഥലം കണ്ടെത്തി വീണ്ടും കയറി ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ആളിൻ്റെ സ്ഥിതി പഴയതിനേക്കാൾ മോശമായി തീരുമെന്നുള്ളൊരു വചനം ലൂക്കോസിന് ശേഷം 11-24 വാക്യം നമ്മൾ വായിക്കുകയുണ്ടായി. ഒരു പരിഭാഷയിൽ നമ്മൾ ഇന്ന് കേട്ടത് ഇറങ്ങിയ ഭൂതം തണുപ്പന്വേഷിച്ച് നടന്നിട്ട് കണ്ടില്ലെന്നാണ്. എന്നാൽ ഇംഗ്ലീഷിൽ സീക്കിംഗ് റെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തണുപ്പെന്നുള്ള വാക്ക് സ്വസ്ഥത എന്ന വാക്കിൻ്റെ പര്യായമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. POC ബൈബിളിൽ അശുദ്ധാത്മാവ് ഒരുവനെ വിട്ട് പോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും, കണ്ടെത്താതെ വരുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുമെന്നുള്ള കാര്യം പറയുന്നു. ആശ്വാസം, സ്വസ്ഥത, സീക്കിംഗ് റെസ്റ്റ്. തണുപ്പ് എന്നുള്ള വാക്കിനേക്കാൾ നല്ലത് ഈ വാക്കുകളാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന അശുദ്ധാത്മാക്കൾക്ക് വിശ്രമസ്ഥലം ഒരുക്കിയതുകൊണ്ടാണ് അതവിടെ താമസിച്ചത്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ ശക്തിയിൽ അതിനെ കുടിയിറക്കി കഴിയുമ്പോൾ വരണ്ട സ്ഥലങ്ങളിൽ അത് വീണ്ടും സ്വസ്ഥത അന്വേഷിച്ച് നടക്കും. അത് കണ്ടെത്താതെ വരുമ്പോൾ വീണ്ടും പഴയ മനുഷ്യഹൃദയങ്ങളിൽ സ്വസ്ഥത കണ്ടെത്തത്തക്ക തരത്തിൽ വചനത്തിനും പരിശുദ്ധാത്മാവിനും ഇടമില്ലാത്തൊരു ശൂന്യത കണ്ടെത്തിയാൽ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ അവ കയറി ആ വീട്ടിൽ, ആ ഭവനത്തിൽ പ്രശ്നം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത്. നോമ്പ് കാലത്ത് ഇറങ്ങിപ്പോയ ഏതെല്ലാം ദുരാത്മാക്കൾക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തി, സ്വസ്ഥത കണ്ടെത്തി തിരികെ കയറിയിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചതിനെ മാറ്റുവാൻ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ധ്യാനവും ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.